ഹലോ ടീച്ചേഴ്സ്, കാറ്ററ്റ് നാച്ചുറൽ സയൻസ് കാറ്റഗറി 3 അടിസ്ഥാനമാക്കിയിട്ടുള്ള ഡെയിലി മോക്ക് ടെസ്റ്റ് റിവിഷൻ സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിലബസിലെ പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇതിൽ വരുന്ന സബ് ടോപ്പിക്സ് ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പോം, ആൻജിയോസ്പോം, ലൈഫ് സൈക്കിൾ ടൈപ്സ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ അടിസ്ഥാനമാക്കിയിട്ട് കറണ്ട് ട്രെൻഡ് അനുസരിച്ചിട്ടുള്ള സെലക്റ്റഡ് ആയിട്ടുള്ള ഏകദേശം 35 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടൻറ്റ് നിങ്ങൾ പഠിച്ചു കഴിയാത്തവരാണെങ്കിൽ കൂടിയും മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് ശ്രദ്ധിക്കുക. മാക്സിമം ക്വസ്റ്റ്യൻസുമായിട്ട് ഫെമിലിയർ ആയാൽ മാത്രമാണ് ഇത്തരം എക്സാംസൊക്കെ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒരു പേപ്പറും പെന്നും എടുത്തിട്ട് ആൻസേഴ്സ് മാർക്ക് ചെയ്യുന്നത് വളരെ യൂസ്ഫുള്ളായിരിക്കും. ഞാൻ ക്വസ്റ്റ്യൻസും ഓപ്ഷൻസും ആദ്യം പറയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഇൻ ബ്രയോഫൈറ്റ്സ്? ബ്രയോഫൈറ്റ്സിൽ കാണുന്ന ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. കൃത്യമായി നിങ്ങളത് പഠിച്ചിരിക്കണം. ഓപ്ഷൻസ്: ദ ഗാമറ്റോഫൈറ്റ് ആൻഡ് സ്പോറോഫൈറ്റ്സ് ആർ മോർഫോളജിക്കലി സിമിലർ. ദ സ്പോറോഫൈറ്റ് ഈസ് ഫ്രീ ലിവിംഗ് ആൻഡ് ഫോട്ടോസിന്തറ്റിക്. സി, ദ ഡൊമിനൻറ്റ് ജനറേഷൻ ഈസ് ഡിപ്ലോയിഡ്. ദ ഗാമറ്റോഫൈറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് വെൽ ദ സ്പോറോഫൈറ്റ് ഈസ് ഡിപ്പെൻഡ് ഓൺ ഇറ്റ്. ഇതിൽ ട്രൂ ആയിട്ടുള്ളത് ഏതാണെന്ന് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കാണും. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇൻ ബ്രയോഫൈറ്റ്സ് ദ ഗ്രീൻ ഫോട്ടോസിന്തറ്റിക് ഗാമറ്റോഫൈറ്റ്. അപ്പോൾ ഓപ്ഷൻ ബിയിൽ പറയുന്നത് ഫ്രീ ലിവിങ് ഫോട്ടോസിന്തറ്റിക് സ്പോറോഫൈറ്റ് ആണെന്നാണ്. അത് റോങ് ആണ്. ഗാമറ്റോഫൈറ്റ് ആണ്, ഗ്രീൻ ആണ്, ഫ്രീ ലിവിങ് ആണ്, ഫോട്ടോസിന്തറ്റിക് ആണ്. അതാണ് ഡൊമിനൻറ്റ് ഫേസ് ഇൻ ബ്രയോഫൈറ്റ്സ്. ഇൻഡിപെൻഡൻറ്റ് സ്റ്റേജ് ദ സ്പോറോഫൈറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ഗാമറ്റോഫൈറ്റ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദിസ് ഗ്രൂപ്പ് ഡസ് ദ വാസ്കുലാർ ടിഷ്യൂ ഇൻക്ലൂഡ് ട്രാക്കിഡ്സ്? വാസ്കുലാർ ടിഷ്യൂസ് കാണുന്ന ഗ്രൂപ്പ് ഏതാണെന്ന് കണ്ടെത്തിയാൽ തന്നെ ഇതിൻ്റെ ആൻസർ കിട്ടും. ബ്രയോഫൈറ്റ്സ്, ആൽഗെ, ടെറിഡോഫൈറ്റ്സ്, ആൽഗെ ആൻഡ് ബ്രയോഫൈറ്റ്സ്. നമുക്കറിയാം വാസ്കുലാർ ടിഷ്യൂസ് വരുന്നത് ടെറിഡോഫൈറ്റ്സ് മുതലാണ്. ടെറിഡോഫൈറ്റ്സ് ആർ വാസ്കുലാർ ക്രിപ്റ്റോഗാംസ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ടെറിഡോഫൈറ്റ്സ് ആർ വാസ്കുലാർ പ്ലാന്റ്സ് വിത്ത് ട്രാക്കിഡ്സ്. ബ്രയോഫൈറ്റ്സ് ആൻഡ് ആൽഗെ ലാക്ക് ട്രൂ വാസ്കുലാർ ടിഷ്യൂസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Statement 1. In gymnosperm, ovules are exposed on megasporophyte. Statement 2. Double fertilization occurs in gymnosperm. Option: both 1 and 2 are correct. B, 1 is correct, 2 is correct. 2 is incorrect. C, 1 is incorrect, 2 is correct. D, both are incorrect. Answer വരുന്നത് ഓപ്ഷൻ ബി ആണ്. Ovules are indeed exposed in gymnosperm. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഡബിൾ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ആൻജിയോസ്പേമിലാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ. വിച്ച് ഗ്രൂപ്പ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ സ്വിമ്മിംഗ് സ്പേംസ് ഇൻ ദയർ റിപ്രൊഡക്ഷൻ? സ്വിമ്മിംഗ് സ്പേംസ് കാണുന്നത് ഓപ്ഷൻ എ ആൻജിയോസ്പേം, ബി ജിംനോസ്പേം, സി ബ്രയോഫൈറ്റ്സ് ആൻഡ് ടെറിഡോഫൈറ്റ്സ്, ഡി ഓൾ വാസ്കുലാർ പ്ലാന്റ്സ്. നമുക്കറിയാം പരാഗണം പോളിനേഷൻ നടക്കുന്നത് ജിംനോസ്പേം ആൻഡ് ആൻജിയോസ്പേം ഗ്രൂപ്പിലാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്വിമ്മിംഗ് സ്പേംസ് ഇൻ റിപ്രൊഡക്ഷൻ ഏത് ഗ്രൂപ്പിൻ്റെ ക്യാരക്ടറൈസേഷൻ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ബ്രയോഫൈറ്റ്സിലും ടെറിഡോഫൈറ്റ്സിലും. ഇപ്പോൾ കഴിഞ്ഞ HSC എക്സാമിൽ ഇതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പോളിനേഷൻ നടക്കുന്ന ഗ്രൂപ്പ് ഏതാണെന്നായിരുന്നു ക്വസ്റ്റ്യനിൽ വന്നത്. Bryophytes and pteridophytes have flagellated sperms that swim through water. Gymnosperm and angiosperm typically do not. Next question. Which of the following algae is correctly matched with its predominant pigment? Option A, red algae, chlorophyll B. B, green algae, phycobilins. C, brown algae, fucoxanthin. D, red algae, carotenoids only. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. Brown algae contain the pigment fucoxanthin, which gives them to their brown color. Sixth question. Which of the following statement about angiosperm life cycle is correct? Option A, the microspore develop into the female gametophyte. The embryo sac generally has one nucleus. C, pollination always result in fertilization. Double fertilization lead to the formation of zygote and endosperm. Which of the following statement about angiosperm life cycle is correct എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ആൻജിയോസ്പേം exhibit double fertilization. One sperm fertilizes the egg
zygote and another join central cell form endosperm. ഓക്കെ, അപ്പോൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ആൻജിയോസ്പേംസിൻ്റെ പ്രൊമിനൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which statement is true regarding heterospory? Option A, it is found in bryophytes only. It had no evolutionary advantage. It is present in Selaginella and seed plants. It refers to only one type of spore. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഇതിൽ ഹെട്രോസ്പോറിനെ റിഗാർഡ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഹെട്രോസ്പോറി പ്രൊഡക്ഷൻ ഓഫ് മൈക്രോസ്പോർ ആൻഡ് മെഗാസ്പോർ ഒക്കേഴ്സ് ഇൻ സിലാജിനെല്ല, ടെറിഡോഫൈറ്റ്സ് ആൻഡ് സീഡ് പ്ലാന്റ്സ്. ഓക്കെ, സിലാജിനെല്ലയിലും കാണപ്പെടുന്നുണ്ട്, ടെറിഡോഫൈറ്റ്സ് ആയിട്ടുള്ള സിലാജിനെല്ലയിലും കാണപ്പെടുന്നുണ്ട്, അതുപോലെ സീഡ് പ്ലാന്റ്സിലും ഇത് കാണുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫീച്ചർ ഈസ് യൂണീക്ക് ടു ആൻജിയോസ്പേം കമ്പയർഡ് ടു ജിംനോസ്പേം? ഓപ്ഷൻ എ, naked seeds. B, cones has reproductive structure. C, flowers and fruits. D, motile sperm. യുണീക്ക് ടു ആൻജിയോസ്പേം കമ്പയർ ടു ജിംനോസ്പേം ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് ആർ യുണീക്ക് ടു ആൻജിയോസ്പേം. ജിംനോസ്പേംസ് ഹാവ് നേക്കഡ് സീഡ്സ് ആൻഡ് കോൺസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 9th ക്വസ്റ്റ്യൻ, In which of the following does the sporophyte produce both microsporangia and megasporangia on the same plant? Option A, bryophytes. B, homosporous pteridophytes. C, heterosporous pteridophytes. D, all seed plants. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. In heterosporous pteridophytes such as Selaginella, both types of sporangia occurs on the same plant. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 10th ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1, ഇൻ ആൽഗെ പ്ലാസ്മോഡെസ്മേറ്റ ആർ ആബ്സെൻറ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 2, ഇൻ ഹയർ ലാൻഡ് പ്ലാന്റ്സ് പ്ലാസ്മോഡെസ്മേറ്റ ഫെസിലിറ്റേറ്റ് സെൽ ടു സെൽ കമ്മ്യൂണിക്കേഷൻ. ഓപ്ഷൻ എ, both 1 and 2 are correct. B, 1 correct, 2 incorrect. C, 1 correct, 2 correct. D, both incorrect. ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് സ്റ്റേറ്റ്മെൻറ്റ് 1 എന്തായിരുന്നു, ആൽഗീസിൽ പ്ലാസ്മോഡെസ്മേറ്റ ആബ്സെൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 2, ഹയർ ലാൻഡ് പ്ലാന്റ്സിൽ പ്ലാസ്മോഡെസ്മേറ്റ സെൽ ടു സെൽ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ആൻസർ ഓപ്ഷൻ സി ആണ്. മെനി ആൽഗെ ലാക്ക് പ്ലാസ്മോഡെസ്മേറ്റ. 1 ഇൻകറക്റ്റ് ഇൻ അബ്സല്യൂട്ട്. ബട്ട് ഹയർ ലാൻഡ് പ്ലാന്റ്സ് ഡു ഹാവ് പ്ലാസ്മോഡെസ്മേറ്റ. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 11th ക്വസ്റ്റ്യൻ ആണ്. Which of the following is the main evolutionary advantage of producing seeds? Option A, seedless dispersal. B, protection and nourishment of the embryo. C, external fertilization. D, reliance of water. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. സീഡ് പ്രൊട്ടക്ട് ദ എംബ്രിയോ ആൻഡ് സപ്ലൈ ന്യൂട്രിയൻസ്, എയ്ഡിങ് ഇൻ സർവൈവൽ ഇൻ ഹാർഷ് കണ്ടീഷൻ. ഒരു മെയിൻ ആയിട്ടുള്ളൊരു ഇവല്യൂഷണറി അഡ്വാൻറ്റേജ് ആണ് ഈ പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 12, വിച്ച് ഓഫ് ദിസ് പ്ലാന്റ് ഗ്രൂപ്പ് ടിപ്പിക്കലി ഹാസ് motile sperm? ഓപ്ഷൻ എ, ജിംനോസ്പേം. ബി, ആൻജിയോസ്പേം. സി, ടെറിഡോഫൈറ്റ്സ് ലൈക്ക് ഫോൺ. ഡി, ഓൾ സീഡ് പ്ലാന്റ്സ്. ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ടെറിഡോഫൈറ്റ്സ് ഹാസ് motile flagellated sperm. സീഡ് പ്ലാന്റ്സ് ലൈക്ക് ജിംനോസ്പേം ആൻഡ് ആൻജിയോസ്പേം ഡു നോട്ട്. motile sperm കാണുന്നത് എന്തിലാണ്? ടെറിഡോഫൈറ്റ്സിൽ, ബ്രയോഫൈറ്റ്സിലൊക്കെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following statement about red algae is false? Option A, their life cycle may include 3 stages. They store food as a fluorescent starch. They possess cellulose only cell wall. They contain phycobilin protein. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. Red algae have cell wall with both cellulose and other polysaccharides, not cellulose only. അപ്പോൾ ഫാൾസ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 14, in a typical fern the dominant plant body is option A, gametophyte. Option B, sporophyte. C, both equally dominant. D, neither. ചോദിച്ചിട്ടുള്ളത് ടെറിഡോഫൈറ്റ്സിൽ ഡൊമിനൻ്റ് ആയിട്ടുള്ളത് ഏതാണെന്നാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓപ്ഷൻ ബി,
Fern exhibit a dominant independent sporophyte generation. സ്പോറോഫൈറ്റ് ജനറേഷനാണ് ഡൊമിനൻ്റ് ആയിട്ട് കാണുന്നത്. ബ്രയോഫൈറ്റിലാണെങ്കിൽ ഗാമറ്റോഫൈറ്റ് ആയിരിക്കും ഡൊമിനൻ്റ് ആയിട്ട് കാണുന്നത്. പിന്നെ സ്പോറോഫൈറ്റ് ആണെങ്കിൽ എപ്പോഴും ഡിപ്ലോയിഡ് ആയിരിക്കും, ഗാമറ്റോഫൈറ്റ് ഹാപ്ലോയിഡ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ജിംനോസ്പോം സീഡ്സ് ഈസ് കറക്റ്റ്. ജിംനോസ്പോം സീഡ്സിനെ ബേസ് ചെയ്തിട്ട് വരുന്ന കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഓപ്ഷൻ എ, ദേ ഡെവലപ്പ് ഇൻസൈഡ് ആൻ ഓവറി. They are enclosed completely in fruit. They are naked and not enclosed by an ovary wall. They are always wind dispersed. ഇതിൽ ഏതായിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ്. ജിംനോസ്പോം സീഡ്സ് ആർ നേക്കഡ്, നോട്ട് എൻക്ലോസ്ഡ് വിത്തിൻ ആൻ ഓവറി ഓർ ഫ്രൂട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 16 സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1, all algae are aquatic. Statement 2, some algae can found in terrestrial habitats. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ ആൽഗൈസും അക്വാട്ടിക് ആണെന്നാണ്. നെക്സ്റ്റ് പറയുന്നത് ചില ആൽഗൈസൊക്കെ ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റിൽ കാണുന്നുണ്ട്. ഇതിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റായിട്ട് വരുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്. മോസ്റ്റ് ആൽഗെ ആർ അക്വാട്ടിക് ബട്ട് certain group like some green algae occurs in terrestrial and subaerial habitat. Next question 17. Which structures serve as a male gametophyte in angiosperm? ആൻജിയോസ്പേമിലെ മെയിൽ ഗാമറ്റോഫൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന പാർട്ട്. ഓപ്ഷൻ എ, പോളൻ ഗ്രെയിൻ. ബി, ഒവ്യൂൾ. സി, എൻഡോസ്പേം. ഡി, ഫ്രൂട്ട്. ആൻസർ ഓപ്ഷൻ എ ആണ്. ഇൻ ആൻജിയോസ്പേം ദ പോളൻ ഗ്രെയിൻ ഈസ് ദ മെയിൽ ഗാമറ്റോഫൈറ്റ്. അങ്ങനെയാണെങ്കിൽ ആൻജിയോസ്പേമിലെ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഏതായിരിക്കും? Next question. Which of the following is a primitive feature retained by bryophytes? Options: vascular tissue, seed, water-dependent fertilization, D, flowers. Which of the following is a primitive feature retained by bryophyte? നമുക്കറിയാം ബ്രയോഫൈറ്റ്സിനെ എന്താണ്, പ്ലാന്റ്സിലെ ആംഫിബിയൻസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ബ്രയോഫൈറ്റ്സ് നീഡ് വാട്ടർ ഫോർ ഫെർട്ടിലൈസേഷൻ. ദ ലാക്ക് വാസ്കുലർ ടിഷ്യൂ ആൻഡ് സീഡ്സ് ആൻഡ് ഹാവ് നോ ഫ്ലവേഴ്സ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 19. ഇൻ ജിംനോസ്പേം ഹൗ മെനി ഇൻറ്റഗ്മെൻറ്റ്സ് ടിപ്പിക്കലി സറൗണ്ടഡ് ദ ഒവ്യൂൾ? ജിംനോസ്പേമിൽ എത്ര ഇൻറ്റഗ്മെൻറ്റ്സ് ആണ് കാണുന്നത്? ഓപ്ഷൻ 1, 2, 3 ആൻഡ് ഡി, നോൺ. ആൻസർ ഓപ്ഷൻ എ ആണ്. ജിംനോസ്പേം ഒവ്യൂൾ ടിപ്പിക്കലി ഹാവ് എ സിംഗിൾ ഇൻറ്റഗ്മെൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 20. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആൽഗെ ഗ്രൂപ്പ് ഈസ് നോൺ ഫോർ ഹാവിങ് കാൽസ്യം കാർബണേറ്റ് ഇൻ ദയർ സെൽ വാൾ? സെൽ വാളിൽ കാൽസ്യം കാർബണേറ്റ് കാണപ്പെടുന്ന ആൽഗൽ ഗ്രൂപ്പ്. ഓപ്ഷൻ എ, ഗ്രീൻ ആൽഗെ. ബി, റെഡ് ആൽഗെ. സി, ബ്രൗൺ ആൽഗെ. ഡി, ബ്ലൂ ഗ്രീൻ ആൽഗെ. ആൻസർ ഓപ്ഷൻ ബി ആണ്. കോറലൈൻ റെഡ് ആൽഗെ ഡിപ്പോസിറ്റ് കാൽസ്യം കാർബണേറ്റ് ഇൻ ദയർ സെൽ വാൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ് 1. ഇൻ heterosporous plants the microspore give rise to the male gametophyte. Statement 2. Megaspore give rise to female gametophyte. Okay, options: A, both correct. B, 1 correct, 2 incorrect. C, 1 correct, 1 incorrect, 2 correct. D, both incorrect. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ദാറ്റ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഹെട്രോസ്പോറി. നമുക്കറിയാം മൈക്രോസ്പോർ എന്ന് പറയുന്നത് മെയിൽ ഗാമറ്റോഫൈറ്റും മെഗാസ്പോർ എന്ന് പറയുന്നത് ഫീമെയിൽ ഗാമറ്റോഫൈറ്റും ആയിരിക്കും. ദെൻ 22. വിച്ച് എമംഗ് ദിസ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻജിയോസ്പേം? ഓപ്ഷൻ എ, ഡബിൾ ഫെർട്ടിലൈസേഷൻ. ബി, സൈലം വിത്ത് വെസൽസ്. സി, നേക്കഡ് സീഡ്സ്. ഡി, ഫ്ലവേഴ്സ്. ഇതിൽ നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ആൻജിയോസ്പേം ആണ് ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ആൻജിയോസ്പേംസിന് സീഡ് എൻക്ലോസ്ഡ് ആണ്, ഫ്രൂട്ട് കാണപ്പെടുന്നുണ്ട്. നേക്കഡ് സീഡ്സ് കാണുന്നത് ജിംനോസ്പേമിൻ്റെ ഒരു പ്രൊമിനൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 23. വിച്ച് ഓഫ് ദിസ് ലൈഫ് സൈക്കിൾ ഈസ് ടിപ്പിക്കൽ ഓഫ് ബ്രയോഫൈറ്റ്സ്? ഓപ്ഷൻ എ, സൈഗോട്ടിക് മിയോസിസ്. ബി, ഗാമറ്റിക് മിയോസിസ്. സി, സ്പോറിക് മിയോസിസ്. ഡി, ബൈനറി ഫിഷൻ.
ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ബ്രയോഫൈറ്റ്സിൽ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ആണ്, സ്പോറിക് മിയോസിസ് ആണ് കാണപ്പെടുന്നത്. 24. In seed plants, the structure that develop into the sperm producing male gametophyte is option A megaspore, B microspore, C zygote, D endosperm. Answer option B ആണ്. The microspore develop into male gametophyte. Megaspore ആണ് female gametophyte. Next question 25. Which feature is typical of lycophytes? ലൈക്കോപോഡിയം ഒക്കെ വരുന്ന ലൈക്കോഫൈറ്റ്സിൽ വരുന്ന ടിപ്പിക്കൽ ആയിട്ടുള്ള ഫീച്ചർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഹോമോസ്പോറി, ബി പ്രസൻസ് ഓഫ് ഹെട്രോസ്പോറി, സി പ്രൊഡക്ഷൻ ഓഫ് സീഡ്സ്, ഡി ഫ്ലവേഴ്സ്. ഓപ്ഷൻ ബി ആണ്. ലൈക്കോഫൈറ്റ്സ് ലൈക്ക് സിലാജിനല്ല ആർ ഹെട്രോസ്പോറസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 26. In angiosperm, the endosperm arises from option A fusion of 2 male gametes and 1 female gamete, fusion of 1 male gamete with 2 polar nuclei, C fusion of male gamete and egg, option D parthenogenesis. എൻഡോസ്പേം എങ്ങനെ ഫോം ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഡബിൾ ഫെർട്ടിലൈസേഷൻ, 1 sperm fuse with the egg and other with 2 polar nuclei to form endosperm. Okay, the next question 27. Which group show anthrazoids, motile sperm besides bryophyte? Option A gymnosperm, B angiosperm, C all seed plants, D pteridophytes only. ഇതിൽ നിങ്ങൾ ഈസി ആയിട്ട് ടെറിഡോഫൈറ്റ് സെലക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അതിൽ ഓൺലി എന്ന് പറയുന്ന ഒരു വാക്കും കൂടി ഉള്ളത് ശ്രദ്ധിക്കുക. ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, ജിംനോസ്പേം, സൈക്കസ് ആൻഡ് ജിങ്കോ. ഓപ്ഷൻ എ ആണ്. ഇതിൽ മോട്ടൈൽ സ്പേം കാണപ്പെടുന്നുണ്ട്. മിക്കവാറും ബാക്കി വരുന്ന ജിംനോസ്പേംസ് ഒക്കെ നോൺ മോട്ടൈൽ സ്പേംസ് ആയിരിക്കും കാണുന്നത്. ആൻജിയോസ്പേമിലും നോൺ മോട്ടൈൽ സ്പേംസ് ആണ് കാണപ്പെടുന്നത്. ടെറിഡോഫൈറ്റ്സ് ആൻഡ് ബ്രയോഫൈറ്റ്സിൽ മോട്ടൈൽ സ്പേം ആയിരിക്കും കാണുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 28. Which of the following is a true statement about angiosperm ovules? Option A, they are naked. B, they have one integument only. C, they are enclosed within an ovary. D, they germinate externally. True statement about angiosperm ovule ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. Angiosperm ovules are enclosed in the ovary, part of the carpel. 29. ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1. ഇൻ ബ്രയോഫൈറ്റ് സ്പോറോഫൈറ്റ് ഈസ് ഫോട്ടോസിന്തറ്റിക്. സ്റ്റേറ്റ്മെൻറ്റ് 2. ഇൻ ബ്രയോഫൈറ്റ് സ്പോറോഫൈറ്റ് ഹാസ് സ്റ്റൊമാറ്റ. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ ബോത്ത് കറക്റ്റ്, ബി 1 കറക്റ്റ്, 2 ഇൻകറക്റ്റ്, സി 1 കറക്റ്റ്, 2 കറക്റ്റ്, ഡി ബോത്ത് ഇൻകറക്റ്റ്. ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. സം ബ്രയോഫൈറ്റ് സ്പോറോഫൈറ്റ് ഹാർ ഫോട്ടോസിന്തറ്റിക്, സം ഹാവ് സ്റ്റൊമാറ്റ. ഇതിൽ ഓപ്ഷൻ ബി ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് അത് പാർഷ്യൽ കറക്റ്റ് ആയിരിക്കുള്ളൂ. സ്പോറോഫൈറ്റ് ഹാസ് ടൊമാറ്റ എന്ന് പറയുന്നത് പാർഷ്യലി കറക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, എക്സെപ്ഷൻസ് ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 30. Among algae, which group has a life cycle that may include an alternation between isomorphic generation? Option A red algae, B brown algae, laminaria, C green algae, D blue green algae. ആൻസർ ഓപ്ഷൻ സി ആണ്. ഗ്രീൻ ആൽഗെ എക്സിബിറ്റ് ഐസോമോർഫിക് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 31. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ടെറിഡോഫൈറ്റ് റിപ്രൊഡക്ഷൻ ഈസ് കറക്റ്റ്? ഓപ്ഷൻ എ സോറി ആർ ഫൗണ്ട് ഇൻ ദ ഗാമറ്റോഫൈറ്റ്. ബി പ്രോതാലസ് ഈസ് ദ സ്പോറോഫൈറ്റ്. സ്പൊറാഞ്ചിയ ആർ ടിപ്പിക്കലി ക്ലസ്റ്റേർഡ് ഇൻ സോറി ഓഫ് ദ അണ്ടർസൈഡ് ഓഫ് ഫ്രോണ്ട്. ഡി സീഡ്സ് ഡെവലപ്പ് ഓൺ ഫ്രോണ്ട്സ്. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇൻഫോൺസ് സ്പൊറാഞ്ചിയ ക്ലസ്റ്റർ ഇൻ സോറി ഓൺ ദ അണ്ടർ സൈഡ് ഓഫ് ഫ്രോൺസ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 32. വിച്ച് ഫീച്ചർ ഡിസ്റ്റിങ്വിഷസ് ജിംനോസ്പേം സീഡ്സ് ഫ്രം ആൻജിയോസ്പേം സീഡ്? ഓപ്ഷൻ പ്രസൻസ് ഓഫ് ഇൻടെഗ്മെൻറ്റ്സ്, പ്രസൻസ് ഓഫ് എൻഡോസ്പേം, സി എൻക്ലോസ് വിത്തിൻ എ ഫ്രൂട്ട്, ഡി ഡെവലപ്മെൻറ്റ് ഇൻ ടു എംബ്രിയോ. ഇതിൽ പ്രൊമിനൻ്റ് ആയിട്ട് വരുന്ന ഫീച്ചർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ജിംനോസ്പേം സീഡ്സ് ആർ നോട്ട് എൻക്ലോസ്ഡ് ഇൻ ദ ഫ്രൂട്ട് അൺലൈക്ക് ആൻജിയോസ്പേം സീഡ്സ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ.
33. Statement 1. In heterosporous species, male gametophyte develop inside the microspore wall. Statement 2. Female gametophyte develop inside the megaspore wall. Option A both correct, B 1 correct, 2 incorrect, C 1 incorrect, 2 correct, D both incorrect. ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ദാറ്റ് ഈസ് കറക്റ്റ് ഫ്രം heterosporous plants. Okay. Then next question 34. Which of the following is not a shared feature of gymnosperm and angiosperm? Not a shared feature ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ സീഡ്സ്, ബി വാസ്കുലാർ ടിഷ്യൂ, സി ഫ്ലവേഴ്സ്, ഡി പോളൻ. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് കാണാത്തതാണ് ഓപ്ഷൻ സി. ഫ്ലവേഴ്സ് ആർ യുണീക്ക് ടു ആൻജിയോസ്പേംസ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1. ഇൻ ജിംനോസ്പേം ഫെർട്ടിലൈസേഷൻ ഈസ് ഓൾവേസ് ഫോളോഡ് ഇമ്മീഡിയറ്റ്ലി ബൈ സീഡ്. ഇൻ ജിംനോസ്പേം ഫെർട്ടിലൈസേഷൻ ഈസ് ഓൾവേസ് ഫോളോഡ് ഇമ്മീഡിയറ്റ്ലി ബൈ സീഡ് ഡെവലപ്മെൻറ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 2. ഇൻ ആൻജിയോസ്പേം ഡബിൾ ഫെർട്ടിലൈസേഷൻ എൻഷുർ ബോത്ത് എംബ്രിയോ ആൻഡ് എൻഡോസ്പേം ഫോർമേഷൻ. ഇതിൽ ഓപ്ഷൻസ് ഓപ്ഷൻ എ ബോത്ത് കറക്റ്റ്, ബി 1 കറക്റ്റ്, 2 ഇൻകറക്റ്റ്, സി 1 ഇൻകറക്റ്റ്, 2 കറക്റ്റ്, ഡി ബോത്ത് ഇൻകറക്റ്റ്. ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് ജിംനോസ്പേം ദർ ഓഫ്റ്റൻ എ സബ്സ്റ്റാൻഷ്യൽ ടൈം ലാഗ് ബിറ്റ്വീൻ ഫെർട്ടിലൈസേഷൻ ആൻഡ് സീഡ് മെച്ചുറേഷൻ. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സജഷൻസും അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതനുസരിച്ചിട്ടുള്ള മോഡിഫിക്കേഷൻസ് വരുന്ന വീഡിയോസിൽ നടത്താവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഏവർക്കും മികച്ച വിജയം ആശംസിക്കുന്നു.